ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മമ്മൂട്ടി മോഹൻലാലൊന്നും ഇന്ന് പൊട്ടിമുളച്ചതല്ല, കുറെ നാളായിട്ട് ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണ്. അവർ ചെയ്യുന്ന നല്ല കാര്യം കൊണ്ടും നല്ല സിനിമ കൊണ്ടും മാത്രമാണ് കുറെ ഫാൻ ബേസ് ഉണ്ടായതും നമുക്ക് അവരോട് ഇഷ്ടം തോന്നുന്നതും. അപ്പൊ അതൊന്നും കാണാതെ നെഗറ്റീവ് മാത്രം കണ്ടോണ്ടിരിക്കുകയാണോ? ഡ്രഗ്സിന്റെ പുറത്ത് വന്നിട്ടാണ് വീഡിയോ എടുത്തെടുത്തെന്ന് ആൾക്കാർ പറയാറുണ്ട്. ഡ്രഗ്സ് ഞാൻ അടിച്ചിട്ടുള്ളതാണോ? എല്ലാ സാധനം അടിച്ചിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. അതിന് പുറത്ത് വെച്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടോ? ഒരിക്കലും അല്ല. ഞാൻ ഈ സാധനമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടാ. അന്ന് ഇവിടെ ഉണ്ടാകുന്നൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ പുതിയൊന്നും എനിക്കറിയത്തില്ല. എക്സസീബിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി ഡ്രഗ്സ് കുറെ വന്നതാണ്. എക്സസീബിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി ഡ്രഗ്സ് കുറെ വന്നതാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഞാൻ ഈ സാധനമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടാ. അന്ന് ഇവിടെ ഉണ്ടാകുന്നൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ പുതിയൊന്നും എനിക്കറിയത്തില്ല. നന്നായിട്ടുണ്ട്. ഇപ്പൊ കഞ്ചാവ്, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സംഭവമാണ് കേരളത്തില്. താൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ എത്ര വലിയ സംഭവം ഒന്നല്ല. അടിക്കുന്ന ഒരു പ്രശ്നമല്ല ഒരിക്കലും. കഞ്ചാവ് അടിക്കുന്ന അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഈ കുളുമണയിലൊക്കെ പോയിട്ട് മണലേക്ക് മലാന ക്രീം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ മേടിച്ച് പിള്ളേർ അവിടെ ഇരുന്ന് വലിച്ചിട്ട് തിരിച്ചു വരും. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. അങ്ങനെ ഞാൻ ഈ പരിപാടി പണ്ട് നിർത്തിയത്. എൻ്റെ ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം അടിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പലതും. ഈ സാധനങ്ങളെ നമുക്കൊരു അബ്നോർമൽ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരല്പം മട്ടുണ്ടല്ലേ. എൻ്റെ തന്നെ കൂട്ടുകാർ ഒത്തിരി പേര് ഡ്രഗ് അഡിക്സ് ഉണ്ടോ, ആ സൂയിസൈഡ് ചെയ്തവരുണ്ട്. ഇപ്പൊ സ്കീസോഫ്രീനിയ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്, അടിച്ച് പോയത് ഡ്രഗ്സ്. പിന്നെ മദ്യപിച്ച് പോയവരുണ്ട്. കള്ളു കുടിക്കുന്നവരെല്ലാം റോഡിൽ കിടക്കുന്നില്ല എന്ന് കഞ്ചാവ് അടിച്ചവർക്കെല്ലാം ഭ്രാന്തം പിടിച്ചിട്ടില്ല. അങ്ങനെ കേരളത്തിൽ ഇപ്പൊ മൊത്തം ഭ്രാന്തന്മാരാ. എത്ര പേര് അടിച്ചിട്ടുണ്ടെന്ന് അറിയോ? പിന്നെ കിട്ടുന്ന ഡ്രഗ്സ് നല്ല ക്വാളിറ്റി ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ലാബ് വേണം. കാനഡയിലൊക്കെ അങ്ങനെ അവന്മാർ മേടിച്ചിട്ട് MDMA ഒക്കെ മേടിച്ചിട്ട് അവരോട് ലാബ് ചെക്ക് ചെയ്യും. പോലീസുകാർക്ക് ഇത്ര ബോധമില്ലാത്ത മനുഷ്യനാന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. പോലീസ് നല്ല പറയണ്ട, സിസ്റ്റം തന്നെ ഭയങ്കര വീക്ക്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? മഞ്ഞപ്പത്രം മലയാള മനോരമയുടെ ഒരു മഞ്ഞപ്പത്രം അതേ സ്റ്റാൻഡേർഡിലുള്ളതാണ് ഈ ഡിജിറ്റൽ മലയാള മനോരമ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. എല്ലാത്തിന്റെയും പല്ലടിച്ചു കൊടുക്കും. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.